ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് മടക്ക് ചപ്പാത്തിയുടെയും മുട്ടക്കറിയുടെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു കോമ്പിനേഷനാണ് മടക്ക് ചപ്പാത്തി മുട്ടക്കറി കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ കറീൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റിലാട്ടോ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സാധാ പച്ചവെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മടക്ക് ചപ്പാത്തി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ പൊറോട്ടനെക്കാട്ടിയൊക്കെ അടിപൊളി ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ. സാധാ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. നമ്മൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെയ്യ് ഇല്ലെങ്കിൽ സാധാ ഓയിൽ ഒഴിച്ചിട്ട് കുഴച്ചാലും മതി. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് എഗ്ഗ് കറീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി മാറും. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. സവാള ഒന്ന് നല്ല നൈസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ കത്തിയിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ല നൈസായിട്ട് കിട്ടും ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാള ഇങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാള വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തി പരത്താനുള്ള മാവ് ഞാൻ ഇങ്ങനെ ഒരു ബോളാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അത്യാവശ്യം വലിയ സൈസിലുള്ള ബോളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ്. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട് നെയ്യ് പലകമ്മൽ നെയ്യൊക്കെ പരറ്റി കൊടുത്തിട്ട് നമുക്കിങ്ങനെ പരറ്റിയെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യ് തൂവി കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കണം. ഇനി ഇത് ഒന്നും കൂടി പരത്തിയെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തി മാവ് തയ്യാറാക്കിയാൽ ഇത് ഇത്ര ഈസിയിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി വന്നപ്പോൾ നമ്മുടെ സവാളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആ സമയം ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിൽ നെയ്യ് തൂവിയിട്ട് ഇതേപോലെ ചപ്പാത്തി 2 പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കണേക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. നെയ്യ് തൂവിയിട്ട് നമ്മൾ ഇതേപോലെ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. ചപ്പാത്തിയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ തക്കാളിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളടുത്ത് മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതേപോലെ മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് മഴയൊക്കെ ആയതുകൊണ്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
നിങ്ങളടുത്ത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി മാത്രമായിട്ട് അരച്ചെടുത്തിട്ട് പിന്നീട് നമുക്ക് മസാല ചേർക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഓയിലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കോഴിമുട്ടയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ്. ഇനി നമ്മൾ മുട്ടയൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തക്കാളിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് മിക്സിൻ്റെ ജാറിൽ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ സവാളയും അണ്ടിപ്പരിപ്പും കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാൻ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കോഴിമുട്ടകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം. ഈ തിളക്കണ സമയത്ത് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.